ഫുട്ബോൾ മൈതാനങ്ങളിലെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയെ തങ്ങളുടെ മണ്ണിലേക്ക് തിരികെ എത്തിക്കാൻ അർജന്റീനൻ കരുത്തരായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് വൻ സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 6-ാം വയസ്സിൽ പന്ത് തട്ടിത്തുടങ്ങിയ ചുവന്നതും കറുത്തതുമായ ജേഴ്സിയിൽ ലയണൽ മെസ്സിയെ വീണ്ടും കാണുക എന്നത് കേവലം ഒരു ക്ലബിന്റെ ആഗ്രഹമല്ല, മറിച്ച് അർജന്റീനയുടെ ഒരു വികാരമാണ്. ഇന്റർ മയാമിയുമായുള്ള കരാർ 2028 വരെ നീളുന്നുണ്ടെങ്കിലും 2027 തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സിയെ റൊസാരിയോയിലെ പുൽമൈതാനങ്ങളിൽ എത്തിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ക്ലബ്ബ് ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂവെൽസ് വൈസ് പ്രസിഡന്റ് ജുവാൻ മാനുവൽ മെദീന ഈ നീക്കം സ്ഥിരീകരിച്ചതോടെ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ഇത് കേവലം ഒരു ട്രാൻസ്ഫർ വാർത്തയല്ല, റൊസാരിയോ നഗരത്തിന്റെയും അർജന്റീനൻ ഫുട്ബോളിന്റെയും വസന്തം വീണ്ടെടുക്കാനുള്ള ഒരു പടയൊരുക്കമാണ്. ലോക ഫുട്ബോളിലെ സകല കിരീടങ്ങളും സ്വന്തം ഷെൽഫിലെത്തിച്ച മിഷിഹ തന്റെ വേരുകളിലേക്ക് മടങ്ങുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും കരുത്തുറ്റതുമായ അധ്യായമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 38-ാം വയസ്സിലും MLS ലീഗിൽ 2 തവണ MVP പട്ടം ചൂടി എതിരാളികളെ വിറപ്പിച്ചു നിൽക്കുന്ന ലയണൽ മെസ്സിക്ക് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ്. ബാഴ്സലോണയുടെ അക്കാദമിയിലേക്ക് 13-ാം വയസ്സിൽ ചേക്കേറുന്നതിന് മുമ്പ് അർജന്റീനയെ വിസ്മയിപ്പിച്ച ആ കുട്ടി മാന്ത്രികൻ വീണ്ടും കളിക്കാനിറങ്ങുമ്പോൾ അത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വിശ്വരൂപമായി മാറും. ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള അർജന്റീനയുടെ പോരാട്ടങ്ങൾക്ക് ഊർജം പകരാൻ സ്വന്തം തട്ടകത്തിലെ ഈ മടങ്ങിവരവ് മെസ്സിക്ക് കരുത്താകും എന്നതിലും തർക്കമില്ല. വിശ്വവിജയിയായ പടനായകൻ തന്റെ ആദ്യ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ചരിത്രം വഴിമാറും. റൊസാരിയോയിലെ തെരുവുകളിൽ ഇതിനോടകം തന്നെ ലയണൽ മെസ്സിയുടെ പ്രഭാവം അലയടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ലോകം കാത്തിരിക്കുന്നു. പന്തുകൊണ്ട് കവിത രചിച്ച ആ ഇടങ്കാൽ ഒരിക്കൽ കൂടി ന്യൂവെൽസിന്റെ മൈതാനത്ത് വിസ്മയം തീർക്കുന്ന ആ ചരിത്ര നിമിഷത്തിനായി.